ഹായ് എവരിവൺ, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ അയൻ്റെയും പ്രോട്ടീൻ്റെയും നല്ല റിച്ച് കണ്ടൻറ് ഉള്ളതുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പോളം നിലക്കടല ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ തന്നെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴേക്കും നിലക്കടലയിൽ തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് ഈ തൊലിയൊക്കെ ഇനി കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അയൺ ഡെഫിഷ്യൻസി, വിളർച്ച പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് മെഡിസിനൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്നാക്ക് സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതാണ്. മാത്രമല്ല ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെയധികം ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഒരു 1.5 കപ്പോളം അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവലെടുക്കാം. അവലും നമുക്കിതിലേക്കിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അവലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു വരുന്നൊരു രീതിയിൽ കിട്ടിയാൽ മാത്രം മതിയാവും. അവലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് കയ്യിലെടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരുന്ന രീതിയിലേക്ക് വരണം. ഇതിപ്പോൾ അവലും അങ്ങനെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അവൽ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാടങ്ങ് സ്മൂത്തായിട്ട് പൊടിഞ്ഞു പോകണ്ട, ചെറിയ തരികളായിട്ട് കിടന്നോട്ടെ, കുഴപ്പമില്ല. മിക്സിയുടെ ജാറിലിട്ട് ഞാനിത് അവലും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് 50 ഗ്രാമോളം ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് എടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് നിലക്കടല തന്നെയാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/4 കപ്പോളം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ ബട്ടറിൽ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് ആ വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം. തേങ്ങയിലെ വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി നന്നായിട്ട് റോസ്റ്റ് ആയാൽ മാത്രമേ നമുക്കിത് കുറച്ച് ദിവസം വരെയൊക്കെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ റോസ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശർക്കരയൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം മധുരത്തിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കപ്പോളം ശർക്കരയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് നന്നായിട്ട് പാനിയാക്കി എടുത്തിട്ടാണുള്ളത്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതിയാവും. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സോ ബദാമോ പിസ്താഷ്യോ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അവലിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമുക്കിതിലേക്ക് നിലക്കടല പൊടിച്ചതും ചേർത്ത് കൊടുത്ത് ഇതിന് നന്നായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കട്ട പിടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ചൂടോടെ തന്നെ നമുക്ക് ഏത് ഷേപ്പിലേക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പാനിൽ നിന്നും വിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റാം. ഈ സമയം നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചുക്കുപൊടിയോ ഏലക്കാപ്പൊടിയോ ചേർക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടിയപ്പമൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സേവനാഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അവൽ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പ്രസ് വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് അതൊന്ന് മുകളിലേക്ക് പൊക്കുമ്പോഴേക്കും അത് ഷേപ്പായി കിട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ എല്ലാം തന്നെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.